ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന 8th ചാപ്റ്ററാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, കോൺസ്റ്റുവൻസീസ് തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടെക്സ്റ്റ് ബുക്ക്. A free and fair system of election is essential to make election impartial and transparent. To fulfill this vision, provisions like universal adult franchise, right to contest in election, independent election commission, etc. have been included in the constitution. ഇലക്ഷൻ സ്വതന്ത്രവും നീതിപൂർവവുമാകണമെങ്കിൽ ഇമ്പാർഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതുമായ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റം രാജ്യത്ത് ആവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ, ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ലെറ്റ്സ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. Look at the notifications. What are the indications you get about the right to vote to ശ്രീമൂലം പ്രജാസഭ ഓഫ് ട്രാവൻകൂർ? 1904 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഉത്തരവനുസരിച്ച് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ഓഫ് ട്രാവൻകൂർ അഥവാ ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നു. 85 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ നിയമസഭയായിരുന്നു ശ്രീമൂലം പ്രജാസഭ. ഭൂവുടമകളെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഈ സഭ. 1905 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നടന്ന ഇലക്ഷനെ സംബന്ധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പീപ്പിൾ എലിജിബിൾ ടു വോട്ട് ഇൻ ദി പീപ്പിൾസ് അസംബ്ലി ഓഫ് ശ്രീമൂലം. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് ആർക്കൊക്കെയായിരുന്നു അധികാരമുണ്ടായിരുന്നത്, ആരൊക്കെയായിരുന്നു വോട്ടവകാശത്തിന് അർഹരായിട്ടുള്ളത്? Those who pay annual land tax of not less than ₹50, those who have annual income of not less than ₹2,000. ആനുവൽ ലാൻഡ് ടാക്സ് വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ ഉള്ളവർക്കും ആനുവൽ ഇൻകം 2,000 റുപ്പീസിൽ കുറയാത്തവർക്കും മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്കും മാത്രമേ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ലാൻഡ് ടാക്സ് 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവർക്കും 2,000 രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും മാത്രമേ വോട്ടവകാശം ലഭിച്ചിരുന്നുള്ളൂ. Now you know aware about the criteria for the right to vote in Travancore. What is the present criteria of right to vote? Let's examine. Observe the picture. The voters of the country are waiting in queue to cast their vote. The right to elect the representative is the right to vote. Those who elect their representatives are called the electors. The right to vote is the most effective method to ensure a citizen's participation in a democratic system. The right of all adult citizens to vote, irrespective of caste, religion, race, language, sex, place of birth, etc., is universal adult franchise. In India, everyone who had attained 18 years of age has the right to vote. ജാതി, മതം, വർഗം, ഭാഷ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ച ആളാണോ, ഒരു പ്രത്യേക പ്രദേശത്ത് ജനിച്ച ആളാണോ, സ്ത്രീയാണോ പുരുഷനാണോ എന്നിങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനെയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ. Every citizen has the right to contest elections and become representatives of the people. As per the Representation of Peoples Act, every Indian citizen whose name is enrolled in the electoral roll has the right to contest elections, if not disqualified otherwise. The minimum age has been fixed for contest in elections. ഇലക്ഷനിൽ മത്സരിക്കാനും റെപ്രസെൻറ്റേറ്റീവ് ആകാനും എല്ലാ സിറ്റിസൺസിനും അവകാശമുണ്ട്. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും മറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് സാധിക്കും. ദ മിനിമം ഏജ് ഹാസ് ബീൻ ഫിക്സഡ് ഫോർ കോണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻസ്. ദ പ്രസിഡൻറ്റ് ഇലക്ഷൻ ഏജ് ലിമിറ്റ് 35 ഇയേഴ്സ്. ദ വൈസ് പ്രസിഡൻറ്റ് 35 ഇയേഴ്സ്. ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ 30 ഇയേഴ്സ്. മെമ്പേഴ്സ് ഓഫ് ലോക്സഭ 25 ഇയേഴ്സ്. Members of State Legislative Assembly 25 years.
Member of Panchayat 21 years, Councillor of Municipality 21 years. പ്രസിഡന്റ് ഇലക്ഷനിലും വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലും സ്ഥാനാർത്ഥിയാകുന്ന ആൾ, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകുന്ന ആൾ 35 ഇയേഴ്സ് പൂർത്തിയായിട്ടുള്ള ആളായിരിക്കണം. പ്രസിഡന്റ് ഇലക്ഷനിലും വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലും മത്സരിക്കാനുള്ള ഏറ്റവും മിനിമം ഏജ് 35 ഇയേഴ്സാണ്. 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ പ്രസിഡന്റ് ഇലക്ഷനിലും വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലും മത്സരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രാജ്യസഭ സീറ്റിലേക്ക് മത്സരിക്കുന്ന ആൾ 30 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളായിരിക്കണം. ലോക്സഭ ഇലക്ഷനിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും മത്സരിക്കുന്ന ആൾക്കാർ 25 ആണ് അവരുടെ മിനിമം ഏജ്. മെമ്പർ ഓഫ് പഞ്ചായത്ത്, കൗൺസിലർ ഓഫ് മുനിസിപ്പാലിറ്റി, ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ 21 ഇയേഴ്സ് പൂർത്തിയായിട്ടുള്ളവരാവണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഡെമോക്രസി ടു ബി ഇഫക്റ്റീവ്, ഇലക്ഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ. To make it possible, there should be an independent body. The Constitution of India has constituted an independent election commission. At present, the Election Commission of India is a multi-member body with one chief election commissioner and 2 election commissioners. They are appointed by the President. To help the Election Commission, chief electoral officers are appointed in all states. The Election Commission does not maintain many officials to conduct the elections. The central and state government employees are deputed for election duty whenever needed. The elections to the offices of the President, Vice President, Rajya Sabha, Lok Sabha and the state legislative assemblies are conducted by the Election Commission of India. Election should be independent and impartial. Election സ്വതന്ത്രവും നിഷ്പക്ഷവുമായെങ്കിൽ മാത്രമേ ഡെമോക്രസി ഫലപ്രദമാവുകയുള്ളൂ. ഇത് സാധ്യമാകുന്നതിനായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷന് രൂപം കൊടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പേഴ്സാണുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും. ദേ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. ടു ഹെൽപ്പ് ദി ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ്. ഇലക്ഷൻ കമ്മീഷണറെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റിലും ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ടീക്കാറാം മീണ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസുകളിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകും. ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ, ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സിനെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, രാജ്യസഭ, ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. The functions of Election Commission: supervise the election, prepare voters list, declare the date of different stages of election, allot election symbols, frame code of conduct, appointment and training of election officials, voting, counting of votes and declaration of result, examine election expenses of candidates. ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. സൂപ്പർവൈസ് ദി ഇലക്ഷൻ, ഇലക്ഷന് മേൽനോട്ടം വഹിക്കുക. പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക. ഡിക്ലെയർ ദി ഡേറ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട തീയതികൾ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം, സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള ദിവസം, പിൻവലിക്കാനുള്ള ദിവസം, ഇലക്ഷൻ്റെ ഡേറ്റ്, വോട്ട് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഡേറ്റ്, അങ്ങനെ എല്ലാ ഡേറ്റ്സും തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അലോട്ട് ഇലക്ഷൻ സിംബൽസ്, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിനും സിംബൽസ് അലോട്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഫ്രെയിം കോഡ് ഓഫ് കോണ്ടക്റ്റ്, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ദി അപ്പോയിൻമെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ്റെ നടത്തിപ്പിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിലനിർത്താറില്ല. ഇലക്ഷൻ്റെ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെയോ ഒഫീഷ്യൽസിനെയാണ് ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, വോട്ടിംഗ് നടത്തുക, വോട്ട് കൗണ്ട് ചെയ്യുക, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. എക്സാമിൻ ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് കാൻഡിഡേറ്റ്, ഇലക്ഷൻ എക്സ്പെൻസ് എക്സാമിൻ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അൺഡിസൈറബിൾ ടെൻഡൻസീസ് ഓഫ് ദ ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റം. You have understood the procedure adopted to make the electoral process a free and fair affair. But no electoral system is completely free from limitations. The electoral system of India has certain drawbacks. Let's examine.
First one, influence of money. Voters are influenced by offer of money. Political parties spend large amount of money for election campaign. വോട്ടേഴ്സിനെ പണം കൊടുത്ത് സ്വാധീനിക്കുക. പണരൂപത്തിലോ അല്ലെങ്കിൽ സാധനങ്ങളോ കൊടുത്ത് വോട്ടേഴ്സിനെ സ്വാധീനിച്ച് വോട്ട് ചെയ്യിക്കുക. ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടിയിട്ട് അമിതമായിട്ട് പണം ചെലവാക്കുന്നു. ഇലക്ഷൻ റിലേറ്റഡ് വയലൻസ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ. വയലൻസ് ഓൺ ദി പോളിംഗ് ഡേ. ഇലക്ഷൻ പോളിംഗ് ഡേയിൽ ഉണ്ടാകുന്ന വയലൻസ്. ബോഗസ് വോട്ടിംഗ് ആൻഡ് ബൂത്ത് ക്യാപ്ചറിങ്. ബോഗസ് വോട്ട് എന്ന് പറഞ്ഞാൽ കള്ള വോട്ട് ചെയ്യുക. സ്ഥലത്തില്ലാത്തതോ മരിച്ചുപോയ ആളുകളുടെയൊക്കെ പേരിലുള്ള വോട്ട് മറ്റാളുകൾ ചെയ്യുന്നതിനെയാണ് കള്ള വോട്ട് എന്ന് പറയുന്നത്. ബൂത്ത് ക്യാപ്ചറിങ്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ ബൂത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക. ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. കാസ്റ്റ് ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻസ് ഇൻഫ്ലുവൻസ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കാസ്റ്റും റിലീജിയനും സ്വാധീനം ചെലുത്തുന്നുണ്ട്. കൂടുതൽ വോട്ടേഴ്സും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണോ, ഏത് ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരാണോ ആ വിഭാഗത്തിൽ നിന്നുള്ളവരെ ആയിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുക. ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ. വുമൺ ഡു നോട്ട് ഗെറ്റ് ഡ്യൂ കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദി സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. പുവർ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ ദി പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല. പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രൽ റിഫോംസ്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി കാർഡ് വിത്ത് വോട്ടേഴ്സ് ഫോട്ടോ ഹാസ് ബീൻ ഇൻട്രഡ്യൂസ്ഡ്. ലിമിറ്റ് ഹാസ് ബീൻ സെറ്റ് ഓൺ ഇലക്ഷൻ എക്സ്പെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഇംപ്ലിമെൻറ്റഡ് കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാസ് ബീൻ ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഇലക്ഷൻ. പബ്ലിഷ്ഡ് വോട്ടേഴ്സ് ലിസ്റ്റ് വിത്ത് ഫോട്ടോ ഓഫ് ഇലക്ടേഴ്സ്. നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം ഹാസ് ബീൻ ഇൻട്രഡ്യൂസ്ഡ്. ഇൻക്ലൂഡഡ് ദി ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ് ഓൺ ബാലറ്റ് പേപ്പർ. കള്ളവോട്ട് തടയുന്നതിന് വേണ്ടിയിട്ട് വോട്ടേഴ്സിൻ്റെ ഫോട്ടോ പതിച്ച് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. ഇലക്ഷൻ എക്സ്പെൻസിന് ഒരു പരിധി നിശ്ചയിച്ചു. കൂടുതൽ രൂപ ഇലക്ഷൻ എക്സ്പെൻസിന് വേണ്ടി, ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടി ചെലവഴിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ എക്സ്പെൻസിന് ഒരു നിശ്ചിത രൂപ പരിധി നിശ്ചയിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്കും കാൻഡിഡേറ്റ്സിനുമായിട്ട് കോഡ് ഓഫ് കോണ്ടക്ട് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഏർപ്പെടുത്തി. പബ്ലിഷ്ഡ് വോട്ടേഴ്സ് ലിസ്റ്റ് വിത്ത് ഫോട്ടോ ഓഫ് ഇലക്ടേഴ്സ്. നെഗറ്റീവ് വോട്ടിംഗ് സിസ്റ്റം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും റിജക്റ്റ് ചെയ്യാനുള്ളൊരു അവകാശം വോട്ടേഴ്സിന് നൽകുന്നതാണ് നെഗറ്റീവ് വോട്ട് എന്നുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിൻ്റെ അവസാന ഭാഗത്തായിട്ട് നോട്ട നൺ ഓഫ് ദി എബോ എന്നുള്ളൊരു ബട്ടണാണുള്ളത്. അതിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയും തിരഞ്ഞെടുക്കാനായിട്ട് താല്പര്യമില്ല, എല്ലാവരെയും റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള നോട്ട എന്നുള്ള ബട്ടൺ അമർത്തി നമുക്ക് നെഗറ്റീവ് വോട്ട് രേഖപ്പെടുത്താം. ഇൻക്ലൂഡഡ് ദി ഫോട്ടോ ഓഫ് കാൻഡിഡേറ്റ്സ് ഓൺ ബാലറ്റ് പേപ്പർ. ബാലറ്റിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തുക. ഇലക്ഷൻ സമയങ്ങളിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കെതിരെ 2 or 3 അതേ പേരിൽ തന്നെയുള്ള ആളുകൾ മത്സരത്തിന് നിൽക്കാറുണ്ട്. അപരന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരേ പേരിലുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബാലറ്റിൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തുന്നു. ഫോട്ടോ ഉൾപ്പെടുത്തുന്നതിലൂടെ വായിക്കാൻ അറിയില്ലാത്തവർക്ക് പോലും അവരുടെ വോട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. Next topic is election and political parties. Many political parties are functioning in India. Political parties are an essential element of democratic system. What is meant by a political party? Political parties are organizations formed on the basis of an ideology which work continuously for attaining political power. Their main functions are given below. Connect the government and the people, form public opinion, create political awareness, contest election and the party attained majority of seats form the government. The parties which do not get majority of seats functions as responsible opposition. Correct the wrong policies of the government, put forward various policies and programs. In a democratic system, any individual has the freedom to form a political party. ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ
സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെതിരെ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾക്ക് ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് സാധിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ വരികയാണെങ്കിൽ റെസ്പോൺസിബിൾ ഒപ്പോസിഷനായിട്ട്, ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് തുടരുന്നു. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. പാർട്ടിയുടെ ലോക്കൽ, നാഷണൽ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിഷയങ്ങളിലെ നിലപാടുകളും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് പത്രിക. In a democratic system, any individual has the freedom to form a political party. Every political party functioning in our country should register with the Election Commission. National parties and state, regional parties are functioning in India. The Election Commission has set the criteria for political party to be a national or state party. Generally, those parties which functioning across the nation and have influence in more than one state are called national parties. രാജ്യം മുഴുവനായി പ്രവർത്തിക്കുകയും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് നാഷണൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് വിച്ച് ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ ഓൺലി വൺ സ്റ്റേറ്റ് ആർ കോൾഡ് സ്റ്റേറ്റ് പാർട്ടീസ്. ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള പൊളിറ്റിക്കൽ പാർട്ടീസാണ് സ്റ്റേറ്റ് പാർട്ടീസ്. There are many political parties functioning in our country which are not able to fulfill the criteria of national or state parties. These parties are called registered parties as they were registered with the Election Commission. നാഷണൽ, സ്റ്റേറ്റ് പാർട്ടികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയ പാലിക്കാൻ സാധിക്കാത്ത, അതായത് ഒരു സ്റ്റേറ്റിൽ മുഴുവനായോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റിൽ മുഴുവനായോ നേഷനിൽ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ധാരാളം പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മളുടെ നാട്ടിലുണ്ട്. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിരിക്കും അവരുടെ പ്രവർത്തനം. ചിലപ്പോൾ 1-2 ജില്ലകളിൽ അവർക്ക് സ്വാധീനമുണ്ടാകാം, പക്ഷേ ആ സ്റ്റേറ്റിൽ മുഴുവനും അവർക്ക് അധികാരം നേടിയെടുക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ള പാർട്ടീസിനെ രജിസ്റ്റേർഡ് പാർട്ടി എന്നാണ് വിളിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരം പാർട്ടികളെ രജിസ്റ്റേർഡ് പാർട്ടി എന്നാണ് വിളിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് രാജ്യമായ ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൊലീഷൻ പൊളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻ. മുന്നണി ഭരണം. ഓൺ ഒക്കേഷൻ വെർ നോ പൊളിറ്റിക്കൽ പാർട്ടി ക്യാൻ ഗെറ്റ് മെജോറിറ്റി ഇൻ ഇലക്ഷൻ, parties who can cooperate form coalition fronts based on a common minimum program and contest elections. This is coalition politics. When such coalition fronts win the election and form government, it is coalition government. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് മെജോറിറ്റി സീറ്റ് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് കൊലീഷൻ ഫ്രണ്ട്സ് രൂപീകരിക്കുന്നു. ഇത്തരം മുന്നണികൾ ഇലക്ഷനിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് മെജോറിറ്റി സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നു ചേർന്ന് ഇലക്ഷനിൽ മത്സരിക്കുന്നു. അതിനെയാണ് കൊലീഷൻ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. കൊലീഷൻ ഫ്രണ്ട്സ് അധികാരത്തിൽ വരുമ്പോൾ അത്തരം ഗവൺമെൻറ്റിനെ കൊലീഷൻ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നു. LDF, UDF, NDA എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. LDF എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചായ്വുള്ള സംഘടനകളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചായ്വുള്ള, ഇടതുപക്ഷ പാർട്ടികളോട് ചായ്വുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കൊലീഷൻ ഫ്രണ്ട്സാണ്. UDF എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കൊലീഷൻ ഫ്രണ്ട്സാണ്. NDA എന്നുള്ളത് BJP എന്നുള്ള പാർട്ടിയോട് ആഭിമുഖ്യമുള്ള പാർട്ടികളുടെ കൊലീഷൻ ഫ്രണ്ട്സാണ്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊലീഷൻ ഫ്രണ്ട്സ് പ്രായോഗികമാക്കിയ ഒരു സ്റ്റേറ്റാണ് കേരളം. 1960s കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് കൊലീഷൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകളിൽ ഭൂരിപക്ഷവും കൊലീഷൻ ഗവൺമെൻറ്റുകളായിരുന്നു. ഇന്ന് നാഷണൽ ലെവലിലും വിവിധ സ്റ്റേറ്റുകളിലും കൊലീഷൻ ഫ്രണ്ട്സ് അധികാരം നിലനിർത്തുന്നു. Psephology is the science of predicting election results before the declaration of results. After analyzing the possibilities of political parties and coalition fronts, the results are predicted on the basis of opinion polls, media analysis, interviews, exit polls, and previous election results. Through predictions, we can understand the public opinion in favor or against the political parties. The election prediction may not be always correct. Election Commission has brought certain restrictions on the prediction of results. ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും കൊലീഷൻ ഫ്രണ്ട്സിൻ്റെയും വിജയസാധ്യത പരിശോധിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സെഫോളജി എന്നുള്ളത്. ഒപ്പീനിയൻ പോൾ, മീഡിയ അനാലിസിസ്, ഇൻ്റർവ്യൂസ്, എക്സിറ്റ് പോൾ, പ്രീവിയസ് ഇലക്ഷൻ റിസൾട്ട്സ് എന്നിവയെ മുൻനിർത്തിയാണ് ഇലക്ഷൻ റിസൾട്ട്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. റിസൾട്ട്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലൂടെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളോടും പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഈ പ്രഡിക്ഷൻസ് കറക്റ്റ് ആവണമെന്നില്ല. ഇലക്ഷൻ റിസൾട്ട്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കി. അൺബയസ്ഡ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, freedom of people to elect their government, etc. have helped to strengthen Indian democracy. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ, കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന ഇലക്ഷൻ, പ്രായപൂർത്തി, വോട്ടവകാശം, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അവയർനെസ് ഓഫ് ദ പീപ്പിൾ, എബിലിറ്റി ടു ടേക്ക് ലോജിക്കൽ ഡിസിഷൻസ്, ആക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നിവയെല്ലാം ഡെമോക്രസിയെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്.